रामाय रामभद्राय रामचन्द्राय वेधसे रामचन्द्राय वेधसे नमः रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीताय पदये नमः। ओम श्री हनुमते नमः। ओम सीतादेवी नमः। ओम श्री वाल्मीकि महर्षि सद्गुरो तव तिरुपादं प्रणमाम्यहं। സംഭുജരെ, ലോക കാട്ടാളനായി ജനിച്ച രത്നാകരൻ തൻ്റെ ഇന്ദ്രിയങ്ങളെ ഒതുക്കി ഒരു മനുഷ്യജന്മം ഒരാമയുടെ രൂപത്തിലായിത്തീരുന്നു. അതായത് ബാഹ്യമായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ പ്രസരിപ്പിക്കാതെ അവരെ ഒതുക്കിക്കൊണ്ട് ഈശ്വരനെ സദാ ജപിച്ച് ഭക്തിയുടെ വാത്മീകത്തിൽ ഒളിഞ്ഞിരുന്ന് വാത്മീകി മഹർഷിയായി രംഗത്ത് വന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ മഹാകാവ്യമാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആധ്യാത്മ രാമായണം. ലോകത്ത് അടിക്കടി നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങളെ നിവാരണം ചെയ്യുവാൻ കർക്കടക മാസമല്ല, കർക്കടക രാശിയിൽ സാക്ഷാൽ നാരായണൻ ശ്രീരാമനായി അവതാരത്തെ ചെയ്തതും, അതേപോലെ ഉത്തരായനം ആകുന്ന ആ സമയത്ത്, അതായത് കർക്കിടകം തൊട്ട് ധനു വരെ ഉള്ള ദക്ഷിണായന കാലഘട്ടത്തിൽ ലോകത്തിൽ എല്ലാ ദേവന്മാരുടെയും രാത്രിയായി ഈ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുകയും ആ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നമ്മൾക്ക് പോകുവാൻ ഒരു കാട്ടാളനായ രത്നാകരന് കഴിഞ്ഞു എങ്കിൽ, അതേപോലെ ജീവിതം നമ്മളെ ഒക്കെ തന്നെ ദുഃഖ ദുരിതങ്ങൾ കൊണ്ട് കാട്ടാള രൂപത്തിലല്ല കാട്ടാളർ ആക്കി മാറ്റിയ എല്ലാ പുരാണങ്ങളിലുമുള്ള കഥാപാത്രങ്ങളെല്ലാം മനുഷ്യ ജന്മങ്ങൾ തന്നെയാണ്. ഓരോരുത്തരും തൻ്റെ ജീവിതത്തിൽ ഓരോരോ വിധത്തിൽ മനസ്സിലാക്കി രംഗത്ത് പോകുവാൻ ഈ പുസ്തകങ്ങളൊക്കെ ലോകത്ത് നമ്മൾക്ക് ഉപകരിക്കപ്പെടും. അതുകൊണ്ട് രാമരാമ ജപിച്ച് നമ്മൾക്കും ഒരു നല്ല പുലർകാലത്തിൽ എത്തുവാൻ ഈ രാമായണം ഉപകരിക്കപ്പെടുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും കൂട്ടത്തോടു കൂടി ഇത് പ്രാർത്ഥിച്ച് നല്ലൊരവസരത്തിലേക്ക് എത്തിത്തീരാം. കർക്കിടകം തൊട്ട് ധനു വരെയുള്ള ദക്ഷിണായനത്തിൽ നമ്മൾക്കും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി രാമായണം ഇന്ന് 18-ാം ദിവസമാണ്. ഈ 18-ാം ദിവസത്തിലേക്ക് പാരായണം ചെയ്യുവാൻ ഇതാ അഗസ്ത്യസ്തുതി. എല്ലാ സജ്ജനങ്ങളും ഭഗവാനെ വിളിച്ച് സശ്രദ്ധം നമ്മൾക്ക് കേട്ട കൂട്ടത്തിൽ 1000 വട്ടത്തിൽ ഒരു വിളിയെങ്കിലും നാരായണൻ കേട്ട് നമ്മളെ എല്ലാവരെയും ദുഃഖദുരിതത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ജഗത്കാരണ പുരുഷനായ ഭഗവാനോട് അച്ഛനാരെ അമ്മയാരെ എന്ന് ലോകത്തെ പഠിപ്പിച്ച, സാഹോദര്യ ബന്ധം എന്ത് എന്ന് ലോകത്തെ പഠിപ്പിച്ച, പതിവ്രതയായ തൻ്റെ ഭാര്യ ഏതെന്ന് ലോകത്തെ പഠിപ്പിച്ച ആ മഹത് പുരുഷനായ മഹാപ്രഭുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ വാക്കുകളെ അർച്ചനാ പുഷ്പങ്ങളായി സമർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് തുടങ്ങാം അഗസ്ത്യസ്തുതി. ഹരേ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദ
വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം. ദേവകളോട് കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നു അരുൾ ചെയ്തു. ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡലേ പാര അപഹരണം ചെയ്തിടുവൻ എന്നു തന്നെ. സാരസാസനാം സകലേശ്വര ദയാനിധേ ഞാൻ അന്നു തുടങ്ങി വന്നു ഈ വിടവാണിടിനേൻ. ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോക സൃഷ്ടിക്കു മുന്നം ഏകനായി ആനന്ദനായി ലോകകാരണൻ വികൽപ്പ ഉപാധിവിരഹിതൻ തന്നുടമായ തനിക്കാശ്രയഭൂതയായി തന്നുട ശക്തി എന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു. നിന്നെ മുന്നം ദിവ്യമാം അവ്യാകൃതം എന്നു ഉപനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും. മായാതീതന്മാരെല്ലാം സംസൃതി എന്നു ചൊല്ലും. വിദ്വാൻമാർ അവിദ്യയെന്നും പറയുന്നുവല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്ന മഹത്തത്വമെന്നല്ലോ ചൊല്ലൂ. നിന്നുട നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനർ അഹങ്കാരവും. പുരാമഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികൾ ഏവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികൻ രാജസവും താമസം എന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നും എന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്ന് സൂക്ഷ്മ തന്മാത്രകളും ഭൂമി പൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്ന് ഉണ്ടായതിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം. അവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യേന വിരാട് പുമാൻ ഉണ്ടായതെന്നു കേൾപ്പു. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങീട് ചരാചരലോകങ്ങളാകുന്നതും. ദേവമാനുഷ തിര്യക് യോനി ജാതികൾ ബഹുസ്ഥാവര ജംഗമ ഔഖപൂർണമായുണ്ടായി വന്നു തന്മായാ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനും ഉണ്ടായി വന്നു. ലോകസൃഷ്ടിക്കു രജോ ഗുണം ആശ്രയിച്ചല്ലോ ലോകേശനായ ധാത നാഭിയിൽ നിന്നുണ്ടായി. സത്വമാ ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനോ
ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു. ജാഗ്രത സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനല്ല. സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യൻ ഏകൻ അവ്യനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനായി ഇച്ഛിച്ചു ഭവാൻ. മോദമോടപ്പോൾ അംഗീകരിച്ചുമായ തന്നെ. തന്മൂലം ഗുണവാനെ പോലെയായിതോ ഭവാൻ. ത്വന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദക്കയ. വിദ്യയെന്നല്ലോ ചൊല്ലു നിവർത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം. പ്രവർത്തി നിരതന്മാർ എന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥവേദികളായി സാമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അവിദ്യാവശകന്മാർ നിത്യസംസാരികൾ എന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാർ എന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. ത്വന്മന്ത്രോ ഉപാസകന്മാരായുള്ള ഭക്തന്മാർക്കും നിർമ്മലയായ വിദ്യതാനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല. 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ ത്വൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാർ. ഇല്ല ഏതും സംശയം ഓർത്താൽ. ത്വൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയും ഇല്ല. ശ്രീരാമ രഘുപതി കേവല ജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമ കാരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കിൽ. സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപദേ. സാധു സംഗതി തന്നെ മോക്ഷകാരണം എന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ. ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഗന്മാരായി വിഗതൈഷണന്മാരായി സദാത്വൽ ഭക്തന്മാരായി നിവൃത്ത അഖില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിനും സമന്മാരായി നഷ്ടസംഗമന്മാരുമായി സന്യസ്തകർമാത്മാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈകപരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദി സമ്പന്നന്മാരായി ഏകാന്തേ ശമദമ സാധനയുക്തന്മാരായി സാധുക്കൾ അവരോട് സംഗതി ഉണ്ടാകുമ്പോൾ ചേതസി ഭവൽ കഥാശ്രവണേ രതിയുണ്ടാം തൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്ന് ഇതെല്ലാം ആകയാൽ
ത്വൽഭക്തിയും നിങ്കല പ്രേമ വായ്പും രാഘവ സദാ ഭവിക്കേണമേ ദയാനിധേ. ത്വൽപാദാംബുജങ്ങളിലും ത്വൽഭക്തന്മാരിലും ഒന്നുൾപോവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നിതു മമ ജന്മം, ഇന്നു മൽക്രതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു, ഇന്നല്ലോ സഫലമായി വന്നിതു മന്നേത്രവും. സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസ്സേ ഭവദ്രൂപം തോന്നണം. ദയാംബുധേ ശ്രീരാമ. കുംഭസംഭവൻ ഇതേ സ്തുതിച്ചു ഭക്തിയോട് എമ്പാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമാക്കിയിടണം വൈകിടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനു മർത്യനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചു, അതിൽ സീതയാ വസിക്ക പോയി. ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ. ദേവകാര്യങ്ങൾ എല്ലാം സത്വരം ചെയ്യുക എന്നുടൻ അനുജ്ഞ നൽകി മുനി. ശ്രുത്വൈത തൽസ്തോത്രം സാരം അഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം. രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണ് ഉടൻ നമസ്കരിച്ചു. അഗസ്ത്യപാദാംബുജം യാത്രയും അയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിയിടും നേരം. ശ്രീരാമ സീതാപദേ അദ്രിശൃംഗാപം തത്ര പദ്ധതി മധ്യേ കണ്ടു. പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ട്. രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോട് ചൊന്നാൻ. രാക്ഷസ പ്രവരൻ ഈ കിടക്കുന്നതു മുനിഭക്ഷകൻ, ഇവനെ നീ കണ്ടതില്ലയോ സഖേ? വില്ലിങ്ങു തന്നിടു നീ, ഭീതിയുമുണ്ടാകൊല. കൊല്ലുവൻ ഇവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോട്
ഇത്തം രാമൻ ചൊന്നത് കേട്ടു പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ, ബദ്ധ്യനല്ല അഹം തവ താതനു ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്യൻ, അറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ. ഹന്തവ്യനല്ല പവൽ ഭക്തനാം ജടായു ഞാൻ എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ട് നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹവും. എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്തു വസിക്ക നീ, സങ്കടം ഇനി ഒന്നുകൊണ്ടുമേ നിനക്കില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാൻ, അത് കഷ്ടം കഷ്ടം. കിങ്കര പ്രവരനായി വാഴുക മേലിൽ ഭവാൻ. ഹരേ രാമ ശ്രീരാമ. പഞ്ചവടി പ്രവേശം. എന്നരുൾ ചെയ്തു ചെന്നു പൊക്കിതു പഞ്ചവടി തന്നിലാമാറു സീതാലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു. ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കി ഞാൻ. ഉത്തമ ഗംഗാ നദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീദേവിയോടും. കദളീപ്പന സാമ്രാതി അഖില ഫലവൃക്ഷാവൃത കാനനെ ജന സമ്പാദ വിനർജിതേ. നീരുജസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ. അയോധ്യയിൽ വാണ് അതുപോലെ വാണാൻ. നീരുജസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ, അയോധ്യയിൽ വാണതുപോലെ വാണാൻ. ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോട്. രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നീടും ഭക്തിയോടെ. സീതയെ മധ്യയാക്കി മൂവരും പ്രാതകാലേ ഗൗതമി തന്നിൽ കുളിച്ച് അർഘ്യവും കഴിച്ച് ഉടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി പൂണ്ട് ഇങ്ങനെ വാഴും കാലം. ലക്ഷ്മണ ഉപദേശം. ലക്ഷ്മണൻ ഒരു ദിനം ഏകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാന്വിതനായി ചൊന്നാൻ. മുക്തി മാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ. ഭക്തനാം അടിയനോട് അജ്ഞാനം നീങ്ങും വെണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നം എല്ലാം മാനസാനന്ദം വരുമാറ് അരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ല, ഇവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഈ ഭൂമണ്ഡലേ. ശ്രീരാമൻ അതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദം അരുൾ ചെയ്തിതു വഴി പോലെ. കേട്ടാലും എങ്കിൽ അതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നു കൂടും
വികൽപ്പഭ്രമം എല്ലാം മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ അമ്പോട് പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ വിജ്ഞാന സഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയോ ആത്മസ്വരൂപത്തെയും ചൊല്ലാമിടോ ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായ സംബന്ധ ഭയം ഒക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാകുന്നത് അതു നിർണയം. അതിനാലെ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാകുന്നത് അതു നിർണയം. അതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപ ആവരണങ്ങൾ എന്നു രണ്ട് രൂപം മായയ്ക്ക് എന്നറിയ സൗമിത്രേ നീ എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിയാം. അതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതും സംഘാതി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വയടോ മായാകൽപ്പിതം പരമാത്മനി വിശ്വം എടോ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. രാമ രഘുവംശജ രഘുരാമ എൻ്റെ രാമൻ എങ്ങു പോയി എങ്ങനെ പോയി മറഞ്ഞു ശ്രീരാമൻ എങ്ങനെ പോയി മറഞ്ഞു. രാവണ വധം ചെയ്തൊരു രാമ താടകയെ ഹനിച്ചൊരു രാമ എൻ്റെ രാമൻ എങ്ങു പോയി എങ്ങനെ പോയി മറഞ്ഞു. ഹരിയോ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസ്സേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ അനുസൃത സ്വഭാവാത് സകരോമി യത്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം തവ തിരുപ്പാദേ സമർപ്പയാമി. സർവം സമർപ്പയാമി.